കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ നിർണായകമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കുന്നമംഗലം. കുന്നമംഗലം പി.ടി. റഹീം എന്ന് പറയുന്ന എം.എൽ.എ, സ്വതന്ത്ര എം.എൽ.എ, ഇടത് സ്വതന്ത്രമായി മത്സരിച്ച അദ്ദേഹം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയ മണ്ഡലമാണ്. എന്നാൽ പൊതുവെ മുസ്ലിം ലീഗിനും വലിയ മേൽക്കോയ്മ ഇവിടെയുണ്ട്. ഇത്തവണ അത് ലീഗ് അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി തന്നെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. മുസ്ലിം ലീഗിന് വേണ്ടി UDF സ്ഥാനാർത്ഥിയെ കളത്തിലിറങ്ങുന്നത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷൻ M.A. റസാഖ് മാസ്റ്ററാണ്. LDF-ന് വേണ്ടി സ്വതന്ത്രനായി കളത്തിലിറങ്ങുന്നത് സിറ്റിംഗ് MLA ആയ P.T. റഹീമാണ്. ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടുമ്പോൾ കുന്നമംഗലത്തിൻ്റെ മനസ്സ് എങ്ങോട്ടേക്കായിരിക്കും? കുന്നമംഗലത്തെ വോട്ടർമാരോട് തന്നെ നമുക്ക് ചോദിക്കാം. റസാഖ് മാസ്റ്ററാണ് സാധ്യത. നമ്മളെ ഇപ്പോൾ വെറുതെ പുറത്തുള്ള ഒരു വർത്തമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. എന്തുണ്ട് മീനൊക്കെ ഇപ്പം എങ്ങനെയുണ്ട്? വിലയെല്ലാം മീന് വില കൂടുതലാണ്. ഇപ്പോൾ ഈ വെയിൽ ചൂടാണല്ലോ, അതുകൊണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ വോട്ടിനും കുറച്ച് വില കൂടുന്ന സമയമാണ്. വില കൂടുന്നത്. റഹീം വരണമെന്നാണ് അഭിപ്രായം. റഹീമാണ് വരല്, ജയിക്കണം. അതിലുള്ളൂ തുടർ ഭരണം ശരിയായാലുള്ളൂ പുരോഗതി ഉണ്ടാവുള്ളൂ എല്ലാ കാര്യത്തിലും. തുടർ ഭരണം വേണം. പിണറായി സർക്കാർ ഉഷാറാണ്. പിന്നെ വർഗീയതയ്ക്ക് എതിരായിട്ട് BJPക്കൊക്കെ എതിരായിട്ട് പേടിയുള്ള ഒരാളാണ്. അയാൾ വരണം, എന്നാലും മുസ്ലിങ്ങൾക്കൊക്കെ സമാധാനം ഉണ്ടാവുള്ളൂ. മറ്റ് BJPക്കാർ വന്നിട്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കും. UDF-ന് വിശ്വസിക്കാൻ പറ്റില്ല. ഓരോ ചൂരൽമലയിലൊക്കെ പൈസ വാങ്ങിയിട്ട് അതിലോ പൈസ കൂട്ടടിച്ച ആൾക്കാരാ. കൊടുത്തില്ല, ലീഗ് കൊടുത്തിക്കണം. അത് വേറെ പൈസ അല്ലേ. ലീഗ് മുമ്പേ ബൈത്തുർ റഹ്മൊക്കെ പറഞ്ഞിട്ട് വീടുണ്ടാക്കി കൊടുക്കലുണ്ട്. അതേപോലല്ലോ UDF ഒന്നായിട്ട് പിരിച്ച പൈസ അല്ലേ. കണക്ക് കൂടി ചോദിച്ചിട്ട് പറഞ്ഞില്ല. സാധ്യത റസാഖ് മാസ്റ്റർ അല്ലേ. ഇവിടെ എന്താണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കണവർ. മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞിട്ടാ കുന്നമംഗലം മണ്ഡലത്തിന്റെ മൊത്തം മാസ്റ്റർ പ്ലാൻ. പണ്ടത്തെ ഇതൊന്നുമല്ല. അതുകൊണ്ട് മറയാൻ സാധ്യത ഉണ്ട്. പക്ഷെ P.T. റഹീം സ്ഥിരമായി ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണല്ലോ. അതുകൊണ്ട് തന്നെ പറഞ്ഞ് അയാളോട് അതിൽ ആൾക്കാർക്ക് ഇതുണ്ട്, മാറ്റം വേണമെന്ന്. അയാളാണല്ലോ മറ്റേ ഇതുവരെ ഉള്ളത്. അതുകൊണ്ട് പറയാം ജയിച്ചു പോകാനല്ലാതെ പിന്നെ താഴെക്കടലുള്ള ആൾക്കാരായിട്ട് ഒരു ബന്ധമില്ലല്ലോ. അതാണ് ഒരു അയാൾക്കുള്ള ഒരു പ്രശ്നമുള്ള. അതാണ് സാധ്യത. എൻ്റെ അഭിപ്രായത്തിൽ റസാഖ് മാസ്റ്റർ. അതെ, 15 വർഷമായില്ലേ. അതാണ് ആ മാറ്റം എല്ലാവരും പ്രതീക്ഷിക്കണം. സ്ഥാനത്ത് UDF വരാനാണ് സാധ്യത. എത്ര വയസ്സായി? 82 അല്ലേ? എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാറുണ്ടോ? ഇക്കുറി നല്ല ചെയ്യുന്നേ കോണിക്ക് മാസത്തിൽ ഇപ്പഴാ. കോണിക്കാണോ ചെയ്യുന്നത്? പക്ഷെ P.T. റഹീം നല്ല MLA ആണെന്നാണല്ലോ ചിലർ ആണ്. അതിങ്ങനെ കുറച്ച് പോലീസ് സ്റ്റേഷൻ്റെ റോഡിനായിട്ട് പോയ കാണാൻ കെട്ടിയിടിഞ്ഞിട്ട് ഇതുവരെ പാത്തായി അത് ഇരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ അറിഞ്ഞിട്ടാ പോരാ. അത് ശരി തന്നെ ആണെങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അങ്ങനെ തൊള്ളോണ്ട് എല്ലാവരും പറയും. ഞാനും പറയും നല്ല എൻ്റെ കുട്ടീനെ ഞാൻ കുറ്റം പറയോ? അതാണ് പറയുന്നത്. ഞാൻ തന്നെ വോട്ട് ചെയ്തു ഇതൊക്കെ. അന്ന് ഞാൻ ചെയ്ത് ഏട്ടാ കോണിച്ചാ ഓരോ ഭാഗത്തേക്കാ വോട്ട് ചെയ്തത്. അവിടെ റസാഖ് മാസ്റ്റർ ജയിക്കാനാണ് ചാൻസ് ഉള്ളത്. മണ്ഡലത്തിലുടനീളമുള്ള ജനങ്ങളുടെ അഭിപ്രായം മൊത്തത്തിൽ ഭരണം മാറണം എന്നുള്ളൊരു അഭിപ്രായം മൊത്തത്തിൽ ആൾക്കാർക്കുണ്ട്. അപ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒരു മാറ്റം വേണമെന്ന്. അതെ, പുതിയൊരാളെന്ന് പരീക്ഷ നോക്കാനുള്ള ചിന്ത വരുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു റഹീം കയ്യാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. 2 പ്രാവശ്യമായിട്ട് ഇപ്പോൾ മൂപ്പർ ജയിച്ചാണല്ലോ. പ്രാവശ്യവും പിന്നെ പരമാവധി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 2 പേരനായതുകൊണ്ട് മൂന്നാമത് ഇനി മറ്റൊരാളെ കയറ്റട്ടെ എന്നുള്ള ചിന്താഗതിയിൽ ആൾ നിൽക്കുകയാണെങ്കിൽ 2 പ്രാവശ്യം തുടർ ഭരണം കിട്ടിയത് കൊണ്ട് ഇനി ആളുകൾ മാറ്റി ചിന്തിക്കുമോ എന്ന് അറിയില്ല. അങ്ങനെയാണ്. അതെ, അത് UDF-നാണ് സാധ്യത കാണുന്നത് അവിടെ. ജയന്തിന് സംസ്ഥാനത്ത് UDF ആയിരിക്കും എന്നൊരു പ്രതീക്ഷയാണ്. തുടർ ഭരണം വരുമെന്ന് വെച്ചാൽ അത് സംശയമാണ്. പല കാര്യങ്ങളുണ്ട്, PSC കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നോക്കേണ്ടതായിട്ട് വരും. എന്നാലും സാധ്യത ഉണ്ട്. കഴിഞ്ഞ 3 തവണ ജയിച്ച ആളാണല്ലോ. സാധ്യത ഉണ്ട്.
PTRM തുടരും. റഹീമിന് ചാൻസ് ഉള്ളൂ. LDF വരും. ഒരു 76 സീറ്റ് വരും. അതൊന്നല്ല, 76 സീറ്റുകൾ അധികാരത്തിൽ എന്തായാലും LDF വരും. ഇപ്പോഴുള്ള നിലവിൽ ഇപ്പോൾ കുന്നമംഗലത്തെ സംബന്ധിച്ച് ഇപ്പം PTRM തുടരാനാണ് സാധ്യത എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നല്ല പ്രവർത്തനമാണ്. പ്രവർത്തനം കുഴപ്പമൊന്നുമില്ല. ഭരണം മാറാൻ സാധ്യത കുറവാണ്. പൊതുവിൽ ഇപ്പം എന്തായാലും ഒരു ഭൂരിപക്ഷം ഒന്നും വളരെ നല്ല രീതിയിൽ കുറയുന്നതാണ് തോന്നുന്നത്. അതായത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ പറ്റിയൊരു സംവിധാനമൊന്നും ഉണ്ടാവില്ല. ഒരു പക്ഷേ LDF തന്നെ ഭരണത്തിലേക്ക് വരാൻ തുടരാൻ സാധ്യതയുണ്ട്. UDF വളരെ ഭൂരിപക്ഷം കുറയും. പിന്നെ അതേമാതിരി BJP മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലവിലുള്ള സംസ്ഥാനത്തുള്ള ഒരു കാഴ്ചപ്പാടിൽ കാണുന്നുണ്ട്. മാറാത്തത് മാറുന്നതാണ് ഇപ്പം തോന്നുന്നത് കണ്ടിട്ട്. അങ്ങനെ ഒരു ആദ്യകാലങ്ങളിലൊന്നും തീരെ പിക്ചറിൽ പോലും ഇല്ലായിരുന്നു. BJP നിഷ്പക്ഷമായിട്ട് തള്ളിക്കളയുന്ന ഒരു അവസ്ഥയായിരുന്നു. BJP ഇത്തവണ സംസ്ഥാനത്ത് ഏകദേശം എത്ര സീറ്റ്? ഏകദേശം ഇപ്പോൾ സർവേകളൊക്കെ പറയുന്നത് 1 മുതൽ 8 വരെ പറയുന്നുണ്ട്, 5 വരെ പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 3 സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന് നേമം, പാലക്കാട്, മഞ്ചേശ്വരം. ഇവിടെ അധികം PTI റഹീമിനേക്കും കയറുക. ആര് വന്നാലും ജനങ്ങൾക്ക് നല്ലതായി വരട്ടെ, അത്രയേ ഉള്ളൂ. LDF തന്നെയാണ് എനിക്കും തോന്നുന്നത്. കുന്നമംഗലം എന്തായാലും LDF തന്നെ കയറുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇവിടെ PTI റഹീമിനാണ് സാധ്യത. പിണറായി സർക്കാരാണ് സാധ്യത. PTI റഹീം തുടരുകയെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രമുള്ള അല്ലല്ലോ നിയോജകമണ്ഡലമൊന്നും. അപ്പോൾ മാറ്റി ചിന്തിച്ചുകൂടായി ഒന്നുമില്ലല്ലോ. കാരണം 3ാമത്തെ പ്രാവശ്യമല്ലേ. അപ്പോൾ അത് 4ാമത്തെ പ്രാവശ്യമല്ലേ. അപ്പോൾ അത് എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. കോവിഡ് കാലത്തും വരെ പിന്നെ അഴിമതി നടന്നതെന്നാണ് ഇന്നത്തെ പേപ്പറിലുണ്ട്. ഞാൻ ദിവസം പേപ്പർ വായിക്കുന്നതിനാണ്. അപ്പോൾ ഇന്നത്തെ പേപ്പറിലുണ്ട് 52 കോടിൻ്റെ അഴിമതി നടന്നു. അപ്പോൾ ആരോപണമുണ്ട്. പിന്നെ ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ് ശബരിമലയിൽ ഉണ്ടായത്. ഈ 10 കൊല്ലത്തിനുള്ളിൽ ഇയാൾ കയറിയ 10 കൊല്ലത്തിനുള്ളിൽ ഉണ്ടായ പ്രശ്നമാണ്. അപ്പോൾ അതിനൊക്കെ നിന്നൊന്നും ഒരു ഇതും ഇല്ലല്ലോ. UDFനാവും. PTI റഹീം തുടരും. ഉഷാറാണ്. ഗംഭീര വികസന പ്രവർത്തനങ്ങളാണ്. 2,000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തി നമ്മുടെ മണ്ഡലത്തിനകത്ത്. 4ാമതും PTI റഹീം വരും. 3ാമതും LDF ഗവൺമെൻറ് വരും. ഫാത്തിമ ജയിക്കാനാണ് സാധ്യത. പേരാമ്പ്ര കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന് ശേഷം നടന്ന ഇലക്ഷനുകളുണ്ടല്ലോ, പാർലമെൻറ്റ് ഇലക്ഷന് 22,000 വോട്ടിന് TP ജയിച്ച സ്ഥാനത്ത് ഷാഫി പറമ്പിൽ ജയിച്ചത് 19,000 അവിടുന്ന് ലീഡ് കിട്ടിയിട്ടാണ്. 10 പഞ്ചായത്ത് UDF LDFിൻ്റെ കയ്യിലുണ്ടായിരുന്ന 10 പഞ്ചായത്തിൽ 10, 25, 30 വർഷമായ പഞ്ചായത്തുകൾ മുഴുവൻ UDF പിടിച്ചു. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പിടിച്ചു. ഏതൊക്കെ സീറ്റുകൾ ബ്ലോക്ക് പഞ്ചായത്ത് അവർ ഭരിക്കുന്നു. അതുപോലെ തന്നെ BJP അവിടെ കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കും. രണ്ടാളും ഒപ്പത്തിനൊപ്പമാണ് ഈ പ്രാവശ്യം. അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ പൊതുവായി ജനങ്ങൾക്ക് നല്ല അഭിപ്രായമൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ MLA പറ്റി. എന്നാലും ഒരു 3ാമത്തെ തവണയാണല്ലോ ഇപ്പോൾ, 4ാമത്തെ തവണ. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്കൊരു മാറ്റം എന്തിനും ഒരു അനിവാര്യമാണല്ലോ. അത് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് പൊതുവായിട്ട്. ജനങ്ങളിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ സമാസമാണ് എന്തായാലും. ആര് കാണുന്നില്ല, ഇപ്പോൾ മുൻതൂക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. PTI റഹീം തന്നെയാണ് തുടരുന്നതാണ് വിചാരിക്കുന്നത്. നല്ല MLA ആണ്. നമുക്ക് വികസനം മാത്രമേ മൂപ്പരെ കൊണ്ടുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് PTI റഹീം ഉണ്ടാവും തന്നെയാണ് നമുക്ക് കരുതാവുന്നത്. കേരളത്തിൽ LDF വരണം എന്നാണ് ആഗ്രഹം. കുന്നമംഗലത്ത് ആരായിരിക്കുമെന്ന ചോദ്യത്തിന് PTI റഹീം 4ാമതും വരുമെന്ന് പറഞ്ഞവരുണ്ട്. MA റസാഖ് മാസ്റ്റർ വരുമെന്ന് പറഞ്ഞവരുണ്ട്. ജനങ്ങളുടെ പല അഭിപ്രായങ്ങളാണ് നമുക്ക് കേൾക്കാനായത്. ക്യാമറ പേഴ്സൺ റിഷാദ് TK ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.